ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞാൻ നാട്ടിലേക്ക് പോകുന്നേക്കാളും മുന്നുള്ളൊരു പ്രിപ്പറേഷൻസ് വ്ളോഗാണ് ഈ വ്ളോഗ്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നതിന് മുൻപുള്ള പ്രിപ്പറേഷൻസ് ലൈക്ക് പാക്കിങ്ങും അത് ഇമ്പോർട്ടൻറ്റ് സ്കിൻ കെയർ, ഹെയർ കെയർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗെയിൻ. നാട്ടിലേക്കുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം സാറയിലേക്കാണ് പോയത്. ഇത് കുറച്ച് ഡ്രസ്സെല്ലാം ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ സൈസിൽ ഇഷ്ടപ്പെട്ടതൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഞാൻ ട്രയൽ നോക്കിയ കുറച്ച് ഡ്രസ്സുകളുടെ ക്ലിപ്പുകൾ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇതൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു, പക്ഷേ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നിയത് മാത്രം ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിലത് ഇഷ്ടപ്പെട്ടെങ്കിലും ഫ്ലൈറ്റിന് കംഫർട്ടബിൾ അല്ലാൻ തോന്നുന്നത് കൊണ്ടും ഞാൻ എടുക്കാത്ത ടോപ്പായിരുന്നു ഇത്. ഒക്കെ വൃത്തിയായിട്ട് എടുക്കാം. അപ്പോൾ ഫുള്ള് ഞാൻ കാണിച്ചു തരാം. ഇത് ചിലപ്പോൾ ഒരു ഇത്തിരി വലിയ വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം, അറിയില്ല. ഇവിടെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട്. പെട്ടിയുടെ വെയിറ്റ് നോക്കണം. പിന്നെ എനിക്ക് നാളേക്കുള്ള സ്കിന്ന്, ഹെയർ കാര്യങ്ങളൊക്കെ ഒന്ന് നൈസായിട്ട് സെറ്റാക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, റൂമിൻ്റെ ഇപ്പോഴത്തെ കോലം കാണിച്ചുതരാം. ഇതാണ് ഇപ്പോഴത്തെ റൂമിൻ്റെ കോലം. ആകെ അലങ്കോലമായിട്ട് കിടക്കണം. എനിക്ക് ഞാനിവിടെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ അലമാരിയിൽ സ്റ്റിക്കി നോട്ട്സ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ബാത്റൂം ക്ലീനിങ്ങും ഈ ഷെൽഫ്, ഇത് മൊത്തം എൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ ഈ ഷെൽഫ് ക്ലീനിങ്ങുമായിരുന്നു എൻ്റെ ഇന്നലത്തെ പരിപാടി. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ്, അതായത് ഇവിടെ നിന്ന് ഐസി എടുത്തിട്ടാണ് പോകുന്നത്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ. അപ്പോൾ ഒരു 5-6 മണിക്കൂറിൻ്റെ ട്രാവലുണ്ട്. അപ്പോൾ ഇടാൻ വേണ്ടിയിട്ടൊരു എന്താ പറയുക, ഓവർ സൈസ്ഡ് ആയിട്ടുള്ളൊരു ടീഷർട്ടും ഒരു ജീൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഫ് വൈറ്റ് പാൻറ്റാണ്. പിന്നെ എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇടാനായിട്ടൊരു എന്താ പറയുക, സ്വെറ്റ് ഷർട്ട് എന്നല്ല പറയാം, ഒരു പുൾ ഓവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ജാക്കറ്റ് ഇട്ടിട്ട് പോകാൻ, പിന്നെ അത് പെട്ടിയിലേക്ക് സ്ഥലമില്ല അങ്ങനെ. പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ കാണിച്ചു തരാം. ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ പെട്ടിയിൽ ഒട്ടിക്കാൻ വേണ്ടി ഒരു ടൈപ്പ് ഇതും, പിന്നെ ഇത് കുറച്ച് എസ്തെറ്റിക് പൂക്കി വൈബായിക്കോട്ടെ എന്ന് വെച്ചിട്ടൊരു അങ്ങനത്തെ ഒരേപോലത്തെ 3 എണ്ണത്തിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 6 എണ്ണം വെച്ചിട്ട് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു സേഫ്റ്റിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ ടിക്കറ്റ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ പാസ്പോർട്ട്, ഇതെനിക്ക് മറക്കുന്നു, എനിക്ക് എപ്പോഴും തോന്നുന്നപ്പോൾ ഞാൻ പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ നാളെ തലയിൽ വെച്ച് പോകാൻ പോകുന്ന എന്താ പറയുക, ക്ലിപ്പ്. ഈ ക്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഡ്രസ്സ് എടുത്തത് അങ്ങനെ. അപ്പോൾ അതായി. പിന്നെ എൻ്റെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ ലിപ്സ്റ്റിക്ക്. ഇത് മെബലൈൻ്റെ സൂപ്പർ സ്റ്റേ ടിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി ഷെയ്ഡാണ്, പക്ഷേ ഇതിൻ്റെ സ്മെല്ല് ഒരുമാതിരി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇതൊക്കെ അത്യാവശ്യം മേക്കപ്പ് ഐറ്റംസൊക്കെ ഞാൻ ഇവിടെ വെച്ചേക്കാണ്. ബാൻഡേഡ് ഉണ്ട്. പിന്നെ ഇതാണ് നാളെ ഇടാനുള്ള ആക്സസറീസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആക്സസറീസ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, അഞ്ചനം. ഇത് ഞാൻ സ്ഥിരം ഇടുന്ന എൻ്റെ സിൽവറിൻ്റെ റിങ്. പിന്നെ ഇത് ഞാൻ ഷീനിൽ നിന്ന് മേടിച്ചൊരു മോതിരമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന് കുറച്ച് സെറ്റ് ഉണ്ട്, ഞാൻ നാട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. അതിൽ നിന്ന് ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്തു. പിന്നെ ഇത് 2 ഹൂപ്സോ എന്ന് പറയും, ഇങ്ങനത്തെ കമ്മലിന് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഇയറിങ്സ് ഇടാൻ പോണത്. അപ്പോൾ ഇതും, പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കുറേ നാളായിട്ട് കാർട്ടിലിട്ട് വെച്ചേർന്നൊരു ബ്രേസ്ലെറ്റാണ് ഇതും. ഇത്രയാണ് എൻ്റെ ആക്സസറീസ്. നമ്മളിതിങ്ങനെ പാക്ക് ചെയ്ത് വയ്ക്കാം. ഇത് മൊത്തം ഇന്ന് ഇവിടെയുള്ള പരിപാടികളൊക്കെ ഒതുക്കി ഇത് ഞാൻ പാക്ക് ചെയ്തതായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് എനിക്ക് പാർക്കിൽ നിന്ന് കിട്ടിയതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഐറ്റമാണ്. പക്ഷേ ഇത് സ്ഥലമുണ്ട് ഇഷ്ടംപോലെ, പക്ഷേ വെയിറ്റ് ഇല്ല. 52 കിലോ എനിക്ക് അലൗഡ് ആയിട്ടുള്ളതിൽ നിന്ന് ഇപ്പം തന്നെ 54-55 കിലോ മുകളിലായിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനിത്
പരമാവധി ഒഴിവാക്കാതിരിക്കാൻ ശ്രമിച്ചെങ്കിൽ ഇത് ഞാൻ ഒഴിവാക്കാൻ തീരുമാനിച്ചു ലാസ്റ്റ്. അല്ലെങ്കിൽ അടുത്ത വട്ടം പോകുമ്പോൾ കൊണ്ടുപോകാം. പിന്നെ ഈ സോഫ ഒന്ന് ഒതുക്കണം, ബാക്കി പെട്ടികളും കാര്യങ്ങളൊക്കെ ഒതുക്കി. അപ്പോൾ ഇങ്ങനെയാണ് റൂമിൻ്റെ കോലം. അപ്പോൾ ഞാനിൻ്റെ ഷാമ്പു ഇട്ട് സെറ്റായത് ഹീറ്റ്ലെസ് കളർ വെച്ചിട്ട് മുടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മുടി നല്ല നീട്ടം വെച്ചില്ല, തുമ്പിങ്ങനെ വാങ്ങൽ പോലെ. സ്കിൻ കെയർ കഴിഞ്ഞു, ഹെയർ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ഹെയറിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ അടിക്കാം. ഹെയർ സ്പ്രേ ഞാൻ ആ പെട്ടിയിലാക്കി വെച്ചേക്കാണ്. അപ്പോൾ സ്പ്രേ അടിക്കണ്ട. ചെറുതായിട്ട് മോയ്സ്ചറൈസറും സിറമൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി റൂം വൃത്തിയാക്കേണ്ട ചടങ്ങാണ് ബാക്കിയുള്ളത്. പക്ഷെ ഇപ്പോൾ ഭയങ്കര സമയം ലേറ്റായി, 12:30 എത്രയായി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങാൻ പോവാണ്. ബാക്കി നാളെ. ഹലോ ഗൈസ്, പിറ്റേ ദിവസം രാവിലെ ഇത് കുറച്ച് അലമ്പ് തടഞ്ഞ് വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ സമയമുണ്ട് ഇഷ്ടംപോലെ. ഇനി ഒരു രാത്രി 10 കഴിയുമ്പോൾ ഇറങ്ങിയാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആഫ്റ്റർനൂൺ മുന്നേ അടിച്ച് വരണം തുടയ്ക്കണ പരിപാടികളുണ്ടൊക്കെ കഴിയും. സ്ട്രെസ്സില്ല, ലങ്സ് പതുക്കെ മതി. മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി സ്കിൻ കെയർ ഒന്നും ഇവിടെ ചെയ്ത് പിന്നെ നാട്ടിലെത്തിയില്ലല്ലേ ചെയ്യുള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി കെട്ടി. അങ്ങനെയാണ് പ്ലാൻ.
സെറ്റാക്കി റൂമൊക്കെ ഒതുക്കി കഴിഞ്ഞു. ഇതാണ് കൊണ്ടുപോകാൻ വെച്ചേക്കുന്ന പെട്ടികൾ. രണ്ട് സൈഡിലും ഞാൻ ഫ്ലൈറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഒട്ടിച്ചു, പേരൊക്കെ ഒട്ടിച്ചു, ഫോയിൽ ചുറ്റി അങ്ങനെ. പിന്നെ എക്സ്ട്രാ ഈ ബാഗിലുള്ള വെയിറ്റ് എക്സ്ട്രാ വെയിറ്റ് ആണ്. എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്, ഇനി ഇത് എക്സ്ട്രാ ആയതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ഒഴിവാക്കാൻ പറയുകയാണെങ്കിൽ ഒഴിവാക്കേണ്ട സാധനങ്ങൾ ഞാൻ ഇതിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഇട്ടിട്ട് പോകാനുള്ള ഡ്രസ്സ്, ജാക്കറ്റ്, പിന്നെ ഒരു ജാക്കറ്റും കൂടെ ഉണ്ട്. അത് എന്തായാലും പെട്ടിയിൽ വെക്കാനും പറ്റില്ല, കൊണ്ടുപോകാതിരിക്കാനും പറ്റില്ല, അതുകൊണ്ട് ഞാൻ കൈ പിടിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ എയർപോർട്ടിൽ ഇടുന്ന സോക്സ്, ക്യൂട്ടായിട്ടില്ലേ. പിന്നെ ഇത് പുതിയ ഷൂ ആണ്, ഇതുവരെ ഇട്ടിട്ടില്ല. ഇന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. എക്സൈറ്റഡ് ആണ്, പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് ഭയങ്കര കിതപ്പ് വരാം. പേടിയൊന്നുമില്ല, എന്തിനാ പേടി, അതിൻ്റെ അല്ല, പക്ഷേ എന്തോ ഒരു ഭയങ്കര സങ്കടം. കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിച്ചൊരു കാര്യങ്ങൾ നടക്കണില്ല, എല്ലാത്തിൻ്റെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതിൻ്റെ ഒക്കെ വേറെ സംഭവങ്ങളൊക്കെ നടക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര മാനസികമായിട്ട് കുറച്ച് സ്ട്രെസ്ഡാണ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് പതിവില്ലാതെ ഇപ്രാവശ്യം ഞാൻ ജോലിക്ക് പോയപ്പോൾ, അതായത് സ്കൂൾ കഴിഞ്ഞിട്ട് ജോലിക്ക് പോയപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഭയങ്കരമായ പേടിയും സ്ട്രെസ്സ്, ഭയങ്കര ടെൻഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നാട്ടിൽ പോകണതിൻ്റെ എക്സൈറ്റ്മെൻ്റ് കൊണ്ടാണോ അതോ എന്തോ ഒരു പേടിയോ കുറ്റബോധം എന്തൊക്കെയോ പോലെ ഇരുന്ന അവസ്ഥയായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ബോസൊക്കെ വരുമ്പോൾ ഇങ്ങനെ മുങ്ങി നടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ. എനിക്കറിയില്ല, ഇപ്പോൾ എനിക്ക് അതുപോലത്തെ ഒരു ഫീൽ തന്നെ വരാം. ഇവിടെ ആരും എന്നെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയ പോലത്തെ ഒരു ഫീൽ വരാം, ഭയങ്കര കിതപ്പ് വരാം അതുകൊണ്ട്. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് മുടി ഹീറ്റ്ലെസ് കളറിൽ വെച്ച് ചുരുട്ടിയതായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ഷാമ്പൂ ചെയ്തിട്ട് കെരാറ്റിൻ ക്രീം തേച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മുടി കേൾസ് അത്ര ലാസ്റ്റ് ചെയ്തില്ല, ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാനത് മൊത്തം കളഞ്ഞു, നല്ലോണം ഇരി സെറ്റ്, വീണ്ടും കുറച്ച് സ്ട്രൈറ്റ് അല്ല, നോർമൽ വേവി ആക്കി എടുത്തു. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ. ഇതിലെൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികമായിട്ടൊന്നുമില്ല, സ്കിൻ കെയർ ഞാൻ ഓൾറെഡി ചെയ്ത്, ഞാൻ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ വലിയ പെട്ടിയിൽ വെച്ച് റാപ്പ് ചെയ്തത് കൊണ്ട് ഇനി അതൊന്നും എടുക്കാൻ പറ്റില്ല. ബേസിക്കായിട്ട് ചെറിയ മേക്കപ്പ് ഐറ്റംസ്, പിന്നെ ഇപ്പോൾ ഈ രാത്രി പോകുന്നതുകൊണ്ട് മേക്കപ്പിൻ്റെ ആവശ്യമില്ല. എനിക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് ഫേസ് വാഷ് ഇല്ല, മുഖം കഴുകിയിട്ട് മേക്കപ്പ് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് കയറിയാൽ മതി. അങ്ങനെയാണ് പ്ലാൻ. ഹലോ ഗൈസ്, ഞാൻ ഓൾറെഡി എൻ്റെ ഐബ്രോ ഫിൽ ചെയ്തു. ഞാൻ വീഡിയോ റെക്കോർഡ് ഓണാക്കാൻ മറന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോയിലാണ് ഞാൻ ഐബ്രോ ഫിൽ ചെയ്തത്, പക്ഷേ അത് റെക്കോർഡ് ചെയ്തില്ല, ഞാൻ ഇപ്പോഴാണ് കണ്ടത്. മാക്കിൻ്റെ ഐബ്രോ ജെല്ലും ഐബ്രോ ജെല്ല് വെച്ചിട്ടാണ് ഞാൻ ഐബ്രോ ഫിൽ ചെയ്തത്. ഞാൻ എന്നിൽ തന്നെ ഞാൻ ചെയ്ത ഈ പരിപാടിയിൽ ഞാൻ സന്തുഷ്ടയാണ്. ഇത് ഐലൈനർ ബ്രഷാണ് ആക്ച്വലി, പക്ഷേ എനിക്കിത് ഐബ്രോ ഫിൽ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ട് തോന്നി. ഇത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചതിൻ്റെ ഒപ്പം കിട്ടിയതല്ല കേട്ടോ. ഈ ഐബ്രോ ജെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ അത്യാവശ്യം നല്ല നാച്ചുറൽ ലുക്കും കിട്ടും, പിന്നെ ഒരുവിധം കുറേ മണിക്കൂർ ലാസ്റ്റ് ചെയ്യും. വൈകുന്നേരം വരെ ആയാലും നമുക്ക് ഇങ്ങനെ രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരെ ഒരു ഇതിൽ നിൽക്കും. ചിലത് നിൽക്കാറില്ല, എൻ്റെ കയ്യിലുള്ള പെൻസിലൊന്നും നിൽക്കാറില്ലായിരുന്നു, പക്ഷേ ഇത് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നിൻ്റെയും കവർ ഇങ്ങനെ കളയാറില്ല, അത് മേടിച്ചിട്ട് പിന്നെ ഇപ്പോൾ ഒരു 5-8 മാസത്തിന് മുകളിലായി. ഇത് മാക്കിൻ്റെ തന്നെ ലിപ്സ്റ്റിക്ക്, ഇത് മേടിച്ചിട്ട് ഒരു കൊല്ലമായി, ഇതുവരെ ഞാൻ ഇതിൻ്റെ കവറിൽ നിന്ന് കളഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇത് നൈറ്റ് ആയതുകൊണ്ട് കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഐബ്രോ ഫിൽ ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഐബ്രോ ഇല്ലാത്തതുകൊണ്ട് ഇത് ഫിൽ ചെയ്താലാണ് ലിപ്സ്റ്റിക് ഇട്ടുമ്പോൾ ഉള്ള കോൺഫിഡൻസും കൂടെ ചേർത്ത് കിട്ടുള്ളൂ. ഇത് ലിപ് ബാമാണ്, വാസ്ലിൻ്റെ. ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ്, ഇത് പ്രത്യേകിച്ച് പറയാമല്ലോ. ഞാനൊരു മെബലൈൻ്റെ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അല്ല മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, ഒരുമാതിരി എന്തോ ഒരു കെമിക്കൽ സംഭവം ഇടുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും ഇതിൻ്റെ മണം, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഒട്ടും. പക്ഷേ ഇതിൻ്റെ കളർ അടിപൊളിയാണ്, എനിക്കിഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ഡ്രസ്സിൻ്റെ ഈ കളർ തന്നെയാണ്. ലിപ് ബാം ഇട്ടത് കൊണ്ട് അങ്ങോട്ട് കാര്യമായിട്ട് ലിപ്സ്റ്റിക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഈ ലിപ്സ്റ്റിക്ക് ദിവസം നിൽക്കും, മൊത്തം ദിവസം നിൽക്കും, ഭയങ്കര ലാസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മൾ ഉരച്ച് കളയണം, എന്നാലും പകുതി പോവില്ല, അത്ര അടിപൊളിയാണ്, അത്രയും ലാസ്റ്റിംഗ് ആണ്. സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആവും ഇടുമ്പോൾ, പക്ഷെ ഉരച്ച് കളയാൻ നോക്കിയാൽ തരീന്ന് ഇങ്ങനെ ഇരിക്കും ഡ്രൈ ആയിട്ട്. ഇതെങ്ങനെ ഇട്ടൂന്ന് അങ്ങോട്ട് തോന്നില്ല, എന്നാൽ ഇട്ടുന്ന് തോന്നും, അങ്ങനത്തെ ഷെയ്ഡല്ല. നമ്മൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഈ റെഡ് ലിപ് ലൈനർ വെച്ച്, ഇതും മെബലൈൻ തന്നെയാണ്, ഇതിൻ്റെ ഷെയ്ഡ് റെഡ് എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്, 80. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നല്ല രസമാണ്.
രസമില്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ എനിക്ക് കുറച്ച് വേണം തോന്നുന്നു. കുറച്ച് ടിൻറ്റ് ഇതിൽ ഇപ്പം ചിറ്റിൻ്റാണ് ഇങ്ങനെ ടിങ് ടിടിങ് പെട്ടെന്ന് തന്നെ തുടച്ചില്ലെങ്കിൽ അതങ്ങനെ വാടായിട്ട് അവിടെ ഇരിക്കും. തുടച്ച് കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറൽ ലുക്കായിട്ട് ഇങ്ങനെ നിൽക്കും. ഇന്നർ ഗ്ലോ പോലത്തെ ഒരു ഫീൽ കിട്ടും. അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്ത് ബാഗിലിട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടിയിലിട്ടേനെ. മറ്റേ പോകുമ്പോൾ ഒന്ന് ചൂട് കൊടുത്തിരിക്കണ്ടേ. എനിക്ക് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് മൊത്തത്തിൽ മാറി പുതിയൊരു മുഖമായിട്ട് തോന്നുന്നു എല്ലാവരും പറയാറുണ്ട്. മേക്കപ്പിന് മുന്നേ ഒരു ഫേസ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർലി വേറെ ഒരു ഫേസ് ആണെന്നാണ് എല്ലാവരും പറയാറ്. ആണോ ഗൈസ്? അപ്പോൾ അത് കഴിഞ്ഞു. ലിക്വിഡ് കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ എടുത്ത ഐറ്റംസ് ഒക്കെ നമുക്കിനി തിരിച്ച് എടുത്ത് വെക്കണം. സ്റ്റിക്ക്, ഐബ്രോ ജെല്ല്, ഐബ്രോ പെൻസിൽ, അല്ല ബ്രഷ്, ലൈ മസ്കാര ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കത് മായ്ച്ച് കളയാനുള്ള ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് എനിക്കത് ഞാൻ ഇടാൻ എപ്പോഴും മടിക്കും. നമ്മൾക്കൊരു കാര്യം ചെയ്യാം. ഈ ഐബ്രോ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഷാഡോ എഫക്റ്റ് ആയിട്ട് സ്മോക്കി എഫക്റ്റ് കൊടുക്കാം. ഇതിലില്ല. ഈ ബ്രഷിൽ നമ്മൾ എടുത്ത ഒരു പൊടി എടുത്താൽ അത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പിന്നെ പിന്നെ ഉരയ്ക്കുമ്പോൾ ഒട്ടും വരില്ല. ഹായ്, ഇതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച സാധനം. ഐബ്രോ ജെല്ല് വെച്ചിട്ട് ഓക്കെ ഓക്കെ മാ. അപ്പോൾ അത് കഴിഞ്ഞു. നമ്മളുടെ മേക്കപ്പ് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. കണ്ണാടി, ബ്രഷ്, ഐബ്രോ ബ്രഷ്, ഐലൈനർ ബ്രഷ്, പിന്നെ ടിഷ്യൂ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ വെച്ചു വെച്ചു. ഓക്കെ. എൻ്റെ റൂം ഞാൻ മിസ് ചെയ്യും. ഐ ലവ് യു എൻ്റെ റൂം. അപ്പോൾ ഇതാണ് ദ ലുക്ക്. ഇനി കുറച്ച് കഴിഞ്ഞ് ഞാൻ ഊബർ വിളിക്കും. എന്നിട്ട് ഇതൊക്കെ താഴെ കൊണ്ട് വെച്ചിട്ട് ഈ പാൻറ് തന്നെയാണ് ഞാൻ കാണിച്ചു തരാം. ഈ പാൻറ് തന്നെയാണ് ഞാൻ നാട്ടിലേക്ക് ഇടുന്നത്. പക്ഷെ ടോപ്പ് ഞാൻ എയർപോർട്ടിലെത്തുമ്പോൾ മാറ്റും. പിന്നെ 2-3 പാൻറ്റൊന്നും പിടിച്ച് കൊണ്ടുപോകാനുള്ളൊരു സ്പേസ് എൻ്റെ ബാഗിലും ഇല്ല. വെയിറ്റ് ഓവർ വെയിറ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ ഓൾറെഡി ഞാൻ ചേട്ടൻ്റെ ജാക്കറ്റ് എൻ്റെ കയ്യിൽ പിടിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ജാക്കറ്റ് ഇടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാം ബാക്കി. ചിലപ്പോൾ ഈ വീഡിയോ ഇത് കയറുന്ന വരെ ഉണ്ടാവുള്ളൂ. അതായത് ഐസി കയറുന്ന വരെ ഉള്ളതായിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. അവിടെ നിന്ന് ഐസി കയറുന്നത് തൊട്ട് നാട്ടിലെത്തേണ്ടത് വരെ വേറൊരു വീഡിയോ ആയിട്ട് ഇടാനാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇടും. കുറേ നാളായിട്ട് ഞാൻ മടി പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഇനി ഒരു കണ്ടിന്യൂസ് വീഡിയോസ് ഇടണം, വ്ലോഗ് സെറ്റ് ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത്രയുള്ളൂ. ലിപ്സ്റ്റിക് കൊള്ളാല്ലേ? ഈ ഡ്രസ്സിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡല്ലേ. ഞാൻ ഷൂ മാറ്റി ഗൈസ്. റീബോക്കിൻ്റെ ഷൂ ആക്കി. കോൺവേഴ്സിൻ്റെ ആയിരുന്നു ഞാൻ ഇട്ടത്. പക്ഷേ അതെനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. ഇത് ഭയങ്കര സോഫ്റ്റാണ്. മറ്റേത് കുറച്ച് കാല് വേദന എടുക്കണ പോലെ തോന്നി ട്രയൽ നോക്കിയപ്പോൾ. ഞാൻ മേടിച്ചിട്ട് അത് ഇട്ടിട്ടുണ്ടായില്ല. എപ്പോഴായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഞാൻ ഷൂ മാറ്റി, പാൻറ്റ് മാറ്റി. അത് ഇരുന്ന് എണീറ്റ് ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് ട്രയൽ നോക്കിയപ്പോൾ അതും എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. കംഫർട്ടബിൾ അല്ലാത്തതൊന്നും ഇപ്പോൾ ഞാൻ ഇപ്പം എന്നല്ല പണ്ടിലും കംഫർട്ട് ഇല്ലാത്തൊന്നും ഞാൻ ഇടാറില്ല. എനിക്ക് ഇത് ഇപ്പോൾ ഭയങ്കര സുഖം. വാ. ഞാൻ ഊബർ ബുക്ക് ചെയ്ത് ഒറ്റയ്ക്ക് ഹൗ ടു ബാനോഫിക്ക് പോകണമല്ലോ എന്ന് ആലോചിച്ച് ഭയങ്കര വിഷമിച്ചിട്ടിരിക്കുന്നു. ആരും ഇല്ല, ഒറ്റയ്ക്ക് കൊണ്ടുപോകണം. 3 പെട്ടിയുണ്ട്, പിന്നെ ഒരു ബാഗ്, പിന്നെ കയ്യിൽ ജാക്കറ്റ്. അപ്പോൾ ഒറ്റയ്ക്ക് ഊബർ വിളിച്ച് പോവാം, അവിടെ നിന്ന് പറയാൻ വേണ്ടി അങ്ങനെ വിചാരിച്ചായിരുന്നു. ഞാൻ ഊബർ ബുക്ക് ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്തു. കറക്റ്റ് ടൈമിൽ പറയാമെന്ന് വിളിച്ചിട്ട് വരാതെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് ഭയങ്കര മനസ്സൊക്കെ നിറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞ് വിങ്ങി പൊട്ടി. ഞാൻ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഗൈസ്. ഊബർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ 15 യൂറോ ആണ്. നോർമലി 28 യൂറോ ആണ്. ഫസ്റ്റ് ട്രാവലിൽ ഫസ്റ്റ് ട്രിപ്പിൽ 15 യൂറോയിൽ നമുക്ക് പോകാൻ പറ്റും അങ്ങനെ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു മറിയാമ്മ, ഐ ലവ് യു.